ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണാൻ പോകുന്നത്. അപ്പം ഇന്ന് ഞായറാഴ്ചയാണേ, അതുകൊണ്ട് തന്നെ പതിവ് പരിപാടികളൊക്കെ വേഗം തീർത്ത് പള്ളി പോകാൻ റെഡി ആവണം. ഇവിടുത്തെ പള്ളിയിലെ ആദ്യത്തെ കുർബാന രാവിലെ 8:30-ക്കാണ്. അപ്പോൾ ആ കുർബാനയ്ക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ കേട്ടോ പള്ളിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പള്ളി. ഇംഗ്ലീഷ് മാസം ആയതുകൊണ്ട് തന്നെ 1 മണിക്കൂർ കൊണ്ട് പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയേ. നാട്ടിലായിരിക്കുമ്പോഴേ പള്ളി കഴിഞ്ഞ് വരുമ്പോഴേക്കും മമ്മി നല്ല അടിപൊളി ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിരിക്കും. പക്ഷേ ഇവിടെ അത് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു തട്ടിക്കൂട്ട് ഗോതമ്പ് ദോശയൊക്കെ സെറ്റാക്കി. ദോശ മാത്രമായിട്ട് കഴിക്കാനായി വലിയ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് അടിപൊളിയാണേ. ദോശേൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ ഉണ്ടാക്കിയത് നല്ല പോർക്ക് കറിയാണേ. അപ്പം ചായയും നല്ല ചൂട് പോർക്ക് കറിയും ദോശയൊക്കെ അങ്ങ് കഴിച്ചു. ഞാനുണ്ടാക്കിയതായതുകൊണ്ട് പറയല്ല, വലിയ തിരക്കേടില്ലായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ വന്ന പ്ലാനാണ് ഇവിടെ അടുത്തുള്ള ഒരു ഫോറസ്റ്റ് പാർക്കിൽ പോകാമെന്നുള്ളത്. പിന്നെ പെട്ടെന്ന് റെഡിയായി അങ്ങോട്ട് വിട്ടു. കാട്ടിലെ പതിവ് കാഴ്ചകളൊന്നും അല്ലാതെ ഇവിടെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഉണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനും. ഇനിയിപ്പോൾ ഇതിലൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണെപ്പോലും ഇതിലെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി നടക്കാനും അടിപൊളി തന്നെയാണ്. ഇനി നമുക്ക് കാട്ടിലെ കാഴ്ചകൾ കണ്ടാലോ? ഇവിടെ മെയിനായിട്ടുള്ള ആനിമൽ എന്ന് പറയുന്നത് മാനുകളാണ്. മാനുകളുടെ തന്നെ പല വെറൈറ്റീസും നമുക്കിവിടെ കാണാം കേട്ടോ. അതിലെ ചില മാനുകൾക്ക് വലിയ കൊമ്പുകളാണ് ഉള്ളത്, ചിലതിന് കൊമ്പുകളേ ഇല്ല. പിന്നെ ചിലതിന് ദേഹത്ത് വെള്ളപ്പുള്ളികളുണ്ട്. പിന്നെ ഈ മാനുകൾക്ക് കൂട്ടായിട്ടേ കുറേ താറാങ്കുഞ്ഞുങ്ങളും അവിടെയുണ്ട്. ഇനി നമ്മൾ പോകുന്നതേ ഇവിടുത്തെ അഡ്വഞ്ചർ സോണിലോട്ടാണ്. ഈ പ്രായത്തിൽ തന്നെ ഇതൊക്കെ ട്രൈ ചെയ്യാൻ ഇവർക്ക് നല്ല ധൈര്യം ഉണ്ടാവുമല്ലേ. അത്യാവശ്യം നല്ല ഉയരത്തിലുള്ള മരങ്ങളാട്ടോ ഇതെല്ലാം. അവിടെയാണ് ഈ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത്. എന്നിട്ട് പോലും ഒട്ടും പേടിയില്ലാതെ അവരതെല്ലാം സന്തോഷത്തോടെ ചെയ്യുകയാണ്. പിന്നെ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കുള്ളതും ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കുള്ളതാണ്. അങ്ങനെ എവിടെയെല്ലാം കറങ്ങി കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ എത്തുന്നത് റിസപ്ഷനിലോട്ടാട്ടോ. നമ്മുടെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരെ ഇവിടെ വന്നിട്ട് വേണം സേഫ്റ്റി ബെൽറ്റ്സ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട്. റിസപ്ഷന് തന്നെ ഒരു ചെറിയ ഷോപ്പും ഉണ്ട്. അങ്ങനെ ഇവിടുന്ന് പോപ്സിക്കിളൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ കുട്ടിക്കുറുമ്പി ഹാപ്പിയായി. അങ്ങനെ റെസ്റ്റ് എടുത്ത് അവിടെ ഇരിക്കുമ്പോഴാണ് ഇന്നിവിടെ വെച്ചൊരു പ്രോഗ്രാം നടക്കുന്നതായിട്ട് അറിഞ്ഞത്. അതിലെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് പരിപാടിയൊക്കെ ഒന്ന് വീക്ഷിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. വീട്ടിലേക്ക് അധികം ദൂരമൊന്നുമില്ല, ഒരു 1/2 hour ഡ്രൈവ് അത്ര തന്നെ. രാവിലത്തെ നമ്മുടെ ദോശയും പിന്നെ ആ പോപ്സിക്കിളും അല്ലാതെ വേറെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് ഹെവി ആയിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഒരു മൂവിയൊക്കെ കണ്ടിരുന്നപ്പോഴേക്കും ആ ദിവസം അങ്ങ് അവസാനിച്ചു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.